നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ മാസ്റ്ററിംഗ് പൂർത്തിയാകാറായ സാഹചര്യത്തിൽ മറ്റൊരു കാര്യം കൂടി നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ മാസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി പൂർത്തിയാക്കി. കിടപ്പു രോഗികൾക്കും അവരുടെ വീടുകളിൽ വന്നു മാസ്റ്ററിംഗ് സൗകര്യം ചെയ്തു കൊടുത്തു. എന്നാൽ കുടിശ്ശികയുള്ള തുക അടുത്തു വരുന്ന പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായി കൊടുത്തു തീർക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇത്തരമൊരു ഉറപ്പ് സർക്കാർ നൽകിയിട്ടുണ്ട്. 1600 രൂപയാണ് ഇതുവരെ പെൻഷൻ തുകയായി നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഒരു മാറ്റമുണ്ടാവുമെന്നാണ് പറയുന്നത്. അടുത്ത സാമ്പത്തിക വർഷത്തിന് മുമ്പ് പെൻഷൻ തുകയിൽ വർധനവ് ഉണ്ടാകുമെന്നാണ് സർക്കാർ സൂചിപ്പിക്കുന്നത്. 100 രൂപ വർദ്ധിപ്പിച്ച് 1700 രൂപയാക്കി. അടുത്ത സാമ്പത്തിക വർഷം 1600 രൂപ ലഭിച്ചിരുന്നവർക്ക് 1700 രൂപയാക്കാനാണ് തീരുമാനം. ഇതിനുള്ള ഫണ്ടിനെ കുറിച്ചും ഇത് ഏത് രൂപത്തിലാണ് നൽകുക എന്നതിനെ കുറിച്ചുമെല്ലാം സർക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ദിരാഗാന്ധി വിധവ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, വികലാംഗ പെൻഷൻ എന്നീ വാങ്ങുന്നവർക്കെല്ലാം ആനുകൂല്യം ലഭിക്കുന്നതാണ്. ഈ ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കാൻ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. അതായത് മാസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ എല്ലാം കൃത്യത വരുത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇനി പെൻഷൻ വാങ്ങുന്നവർക്ക് എല്ലാ മേഖലകളിലും പരിശോധന നടത്തുന്നതാണ്. ഇത് അനർഹരെ കണ്ടെത്തുന്നതിന് ഗവൺമെന്റിന്റെ നടപടിയാണ്. ഓരോ പെൻഷൻ ഗുണഭോക്താക്കളുടെയും സാമ്പത്തിക സ്ഥിതി പരിശോധിച്ചായിരിക്കും ഇനി മുതൽ പെൻഷൻ വിതരണം നടത്തുക. അതായത് നമ്മുടെ വരുമാനം എത്രയാണെന്നും സ്ഥലം എത്രയുണ്ടെന്നും വീടിൻ്റെ സ്ഥിതി എത്തരത്തിലുള്ളതാണെന്നും പരിശോധിക്കും. വീടുകളിൽ 4 ചക്രവാഹനം ഉണ്ടെങ്കിലും AC ഉണ്ടെങ്കിലും എല്ലാം അത്തരക്കാരെ അനർഹരായി പരിഗണിച്ച് അവരെ പുറത്താക്കും. കാരണം 62 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അനർഹരെ കണ്ടെത്തുക എന്നതാണ് സർക്കാരിൻ്റെ ഉദ്ദേശം. 900 കോടിക്ക് മുകളിലാണ് ഒരു മാസത്തെ പെൻഷൻ തുകയ്ക്കായി സർക്കാരിന് ആവശ്യമായി വരിക. ആയതുകൊണ്ട് തന്നെ അനർഹരെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അവരെ പുറത്താക്കുകയും അർഹതയുള്ളവരിലേക്ക് ഈ തുക എത്തിക്കുന്നതിനും സാധിക്കും. ഇനി മുതൽ പുതിയതായി പെൻഷൻ അപേക്ഷ നൽകുന്നവരുടെ അപേക്ഷ കൃത്യമായി പരിശോധിച്ച് അനർഹരാണെങ്കിൽ അവരെ പുറത്താക്കുകയും അർഹതയുള്ളവരാണെങ്കിൽ മാത്രമേ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയുമുള്ളൂ. ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിവരം എല്ലാ ഗുണഭോക്താക്കളിൽ അറിഞ്ഞിരിക്കുക. സർക്കാർ നൽകുന്ന ധനസഹായം അർഹതയുള്ളവരിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിക്കുക. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനു വേണ്ടി ഇ-കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി ചാനൽ ഷെയർ കൂടി ചെയ്യുക.